അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ ജലജീവൻ മിഷന്റെ പൈപ്പ് സ്ഥാപിക്കൽ നാട്ടുകാർ തടഞ്ഞു. റോഡിലെ കോൺക്രീറ്റ് തകർക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. മാട്ടുക്കട്ട ചേരോലിപ്പടി റോഡിലെ പൈപ്പിടിയിലാണ് നാട്ടുകാർ സംയുക്തമായി തടഞ്ഞത്. വീതി കുറഞ്ഞ റോഡിന്റെ നടുഭാഗത്ത് പൈപ്പിടാൻ കുഴിയെടുത്തതാണ് നാട്ടുകാരെ പ്രകോപിതരാക്കിയത്. ജൽജീവൻ മിഷൻ പഞ്ചായത്തുകളിൽ പൈപ്പിടുന്നത് പുരോഗമിക്കുകയാണ്. മാട്ടുക്കട്ട ചേരോലിപ്പടി റോഡിൽ പൈപ്പിടാൻ കോൺക്രീറ്റ് പൊട്ടിക്കാൻ ആരംഭിച്ചപ്പോൾ നാട്ടുകാർ തടയുകയായിരുന്നു. നിരവധി സമരങ്ങൾ ചെയ്താണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. മുൻ MLA ES ബിജുമോളുടെ ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പിട്ട ഭാഗങ്ങളിലെ റോഡുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ റോഡുകൾ പഴയ നിലയിൽ എത്തിക്കാൻ മാസങ്ങൾ കഴിയണം. ചേരോലിപ്പടിയിൽ റോഡിന്റെ മധ്യഭാഗത്തു കൂടിയാണ് പൈപ്പിടാൻ കുഴിയെടുക്കാൻ കോൺക്രീറ്റ് പൊട്ടിച്ചത്. ഇതിനെ തുടർന്ന് നാട്ടുകാർ രോഷാകുലരാകുകയും JCBയും ഉദ്യോഗസ്ഥരെയും തടഞ്ഞു വെച്ചു. നൽകുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനത്തിന്റെ യാതൊരു അറിവോ മനസ്സോ സമ്മതമോ ഇല്ലാതെ ഞങ്ങളുടെ കോൺക്രീറ്റ് റോഡ് അതിന്റെ സെന്ററിൽ കൂടെ പൊട്ടിച്ച് പൈപ്പിടാൻ വേണ്ടി അനധികൃതമായ നീക്കമാണ് നടത്തിയത്. അത് നാട്ടുകാരുടെ ഇടപെട്ട് തടയുകയില്ല. പഞ്ചായത്തിനോട് ചോദിച്ചപ്പോൾ പറയുന്നത് പഞ്ചായത്ത് ഇങ്ങനെ അവർ മാതുന്നതെന്ന് അറിഞ്ഞില്ല, ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെയാണെന്ന് അവർ വിചാരിച്ചിരുന്നത്. അവരോടും അറിയിക്കാതെ ഇവർ സെൻറ്ററിൽ കൂടെ മാറുന്നത് ചെയ്തത്. കോൺക്രീറ്റ് റോഡാണ്, വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത റോഡാണ്. മുൻ MLA ES ബിജുമോളുടെ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ച് പുതുതായിട്ട് കോൺക്രീറ്റ് ചെയ്തിരുന്ന റോഡാണ്. കോൺക്രീറ്റ് പൊട്ടിക്കുന്ന ഭാഗം പൈപ്പിട്ടാൽ അപ്പോൾ തന്നെ കോൺക്രീറ്റ് ചെയ്യണമെന്ന ആവശ്യം നിഷേധിച്ചാണ് ജനങ്ങളെ ചൂടിപ്പിച്ചത്. പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ, പഞ്ചായത്ത് അംഗങ്ങൾ ജോമോൻ വെട്ടിക്കാല, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ സ്ഥലത്തെത്തി. ഉദ്യോഗസ്ഥരും ജനങ്ങളുമായി ചർച്ച നടത്തി പൈപ്പിടിയിൽ ഉപേക്ഷിക്കുകയും വരുന്ന ശനിയാഴ്ചക്കുള്ളിൽ പൊളിച്ച ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് പ്രശ്നം അവസാനിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, അയ്യപ്പൻകോവിൽ.